ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചക്രദാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഗ്രാഫ്റ്റിങ്ങിൻ്റെ വീഡിയോ ആണ് ചെയ്യാൻ പോണത്. ചക്കപ്പഴത്തിൻ്റെ ഒരു ഗ്രാഫ്റ്റിംഗ് ആണ്. ചക്കപ്പഴം ആത്തച്ചക്ക, പല സ്ഥലത്തും പല പേരുമാണ്. നമ്മൾ ആത്തച്ചക്ക എന്ന് പറയും. അതിൻ്റെ ഒരു ഗ്രാഫ്റ്റിംഗ് വീഡിയോ ആണ് ചക്കപ്പഴത്തിൻ്റെ. ഞാൻ ആ ചക്കപ്പഴത്തിൻ്റെ ഗ്രാഫ്റ്റിംഗ് വീഡിയോ ആദ്യമായിട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ചക്കപ്പഴത്തിൻ്റെ നമ്മളൊരു തൈ കിട്ടി. അപ്പോൾ നമുക്ക് നല്ലൊരു കായ്ഫലമുള്ളൊരു പിന്നെ ഷയോൺ കിട്ടി. അപ്പോൾ അതിന് ഒന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് നോക്കാൻ തോന്നി. അപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്യണം. ഇപ്പോൾ നല്ല കാലാവസ്ഥയാണ്. ഇപ്പോഴാണ് നല്ല മഴ അടിഞ്ഞ് പിടിക്കുന്നതിന് മുമ്പ് തന്നെ ഗ്രാഫ്റ്റിംഗ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോക്ക് പോകാം. അപ്പോൾ ഇതാണ് ചക്കപ്പഴത്തിൻ്റെ തൈ. ഇത് എൻ്റെ ഷയോണാണ്. നമുക്ക് വേണ്ട സാധനങ്ങൾ ഷയോണ്, നല്ലൊരു ഷയോണ് എടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു ഗ്രാഫ്റ്റിംഗ് ടൈപ്പ്, പിന്നെ ഒരു സിപ്പർ കവറ്, അതുപോലെ കട്ടറ്, പിന്നെ ഒരു ബ്ലേഡിൻ്റെ കഷ്ണം. അതാണ് ഏറ്റവും നല്ല. കത്തി ഉണ്ടെങ്കിൽ കത്തി മതി. ബ്ലേഡിൻ്റെ പൊട്ടാണെങ്കിൽ പ്രശ്നമില്ല. ഒരു പൊട്ട് ബ്ലേഡ് മതി. പിന്നെ സാനിറ്റൈസറൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഒന്ന് കൈയൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നതിൻ്റെ സാനിറ്റൈസർ ഉണ്ട്. അപ്പോൾ ഇതാണ് ഷയോൺ. നമുക്ക് ഇതിൻ്റെ പകുതിയോളം മതി. അപ്പോൾ അതിൻ്റെ തണ്ടുകളുടെ ഇതളുകളൊക്കെ ഒന്ന് ചെറുതാക്കി, പിന്നെ അതിൻ്റെ പകുതി മാത്രം മതി നമുക്ക് ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് നമുക്ക് വി ഗ്രാഫ്റ്റിംഗ് ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഏകദേശം അതിൻ്റെ പകുതിക്ക് വെച്ച് കട്ട് ചെയ്യുക. നല്ലൊരു കെറ്റുള്ള തൈയാണ് ചക്കപ്പഴത്തിൻ്റെ തൈ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാണ്. കട്ട് ചെയ്തിട്ട് അതൊന്ന് ബ്ലേഡ് കൊണ്ടൊന്ന് ആ വാഴത്തല കട്ട് ചെയ്ത ഭാഗം ഒന്ന് ക്ലിയർ ചെയ്യണം. അതുപോലെ തന്നെ ഷയോണ് ഏകദേശം ഒരു പകുതി കൊണ്ട് കട്ട് മുറിച്ചെടുക്കുക. ഏകദേശം പകുതി മുക്കാൽ ഭാഗം മതിയും. ബാക്കിയുള്ള ഭാഗം ഒഴിവാക്കാം. ബ്ലേഡാണെങ്കിൽ അല്ലെങ്കിൽ നല്ല ഷാർപ്പുള്ള കത്തി ഉപയോഗിക്കാം. തെർമോക്കോൾ കട്ട് ചെയ്യുന്ന കത്തിയോ അല്ലെങ്കിൽ ബ്ലേഡോ ഏതായാലും മതി. നല്ല ക്ലിയർ ആയിരിക്കണം. നമ്മൾ കൈ ഒന്ന് ചെത്തി ഭാഗത്ത് തൊടാൻ പാടില്ല. ഈ ഗ്രാഫ്റ്റിംഗ് ആണ്. ഇപ്പോൾ നല്ല വളരെ കണ്ടീഷനായിട്ട് ചെത്തണം. കൈ മുഴുവൻ ഉണ്ടാകാൻ പാടില്ല. ആർക്കും ചെയ്യാം ഗ്രാഫ്റ്റിംഗ്. ഞാനിപ്പോൾ എത്ര ഗ്രാഫ്റ്റിംഗ് ചെയ്താൽ ഒരുപാട് ചെയ്ത് വിജയിച്ചാണ്. ഇത് ആർക്കും ചെയ്യാം. പിന്നെ 1, 2, 3 പ്രാവശ്യമൊക്കെ ചെയ്യേണ്ടത്. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നതൊക്കെ വിജയിച്ചോളണമെന്നില്ല. അപ്പോൾ പരിശ്രമിച്ച് നോക്കും. 1 തെറ്റിയാൽ 2 തെറ്റിയാൽ നോക്കാം. പിന്നെ പരിശ്രമിച്ച് നോക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ നല്ല ഇതിലേക്ക് എത്താൻ കഴിയും. അത് നമ്മൾ ഒന്ന് തന്നെ നോക്കി അത് പരാജയപ്പെട്ട് അതിന് ശരിയാവില്ലാന്ന് അങ്ങനെ തോന്നാൻ പാടില്ല. പിന്നെ ചെയ്ത് നോക്കുമ്പോഴേ നമ്മൾ നല്ലൊരു ഇതിലേക്ക് എത്തുകയാണ്. പിന്നെ നമ്മൾ ചെയ്യുന്നതൊക്കെ ഏകദേശം ഒരു 90%, ഒരു 80%, 90% വിജയിക്കും. അപ്പോൾ നമ്മൾ റൂട്ട് സ്റ്റോക്കിലൊരു ചെറിയൊരു ചാലുണ്ടാക്കുക. ബ്ലേഡ് കൊണ്ട് തന്നെ കീറി ചാലുണ്ടാക്കണം. അപ്പോൾ ആ ഷയോണ് കറക്റ്റായിട്ട് ചെത്തി ചെറിയ ലെവല് കുറവുണ്ടെങ്കിലൊക്കെ നല്ലോണം ശരിയാക്കി ചെത്തിയെടുക്കണം. ബ്ലേഡാകുമ്പോൾ ശ്രദ്ധിക്കുകയും വേണം. അത് പാളിപ്പോവും. കൈക്കും തട്ടും. അതുപോലെ തന്നെ നമ്മൾ ചെത്തിയെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കട്ടായി പോകും. വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. കൈയും ശ്രദ്ധിക്കുക, ഷയോണും ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു ചാല് ചതുക്കൊന്നും ഇല്ലാണ്ട് നമ്മൾ അത് ചെയ്തെടുത്ത് പിന്നെ അതിൽ നമ്മളെ റൂട്ട് സ്റ്റോക്കിൽ ഷയോണ് പീസ് കയറ്റി ഒരു സൈഡ് നമ്മൾ കറക്റ്റാക്കി വെക്കുക. 2 സൈഡും റെഡിയാകാനാണ് കുഴപ്പമില്ല. ഇനി ഏതെങ്കിലും ഒന്നിന് വണ്ണം കൂടുതലാണെങ്കിൽ ഒരു സൈഡ് നമ്മൾ അടുപ്പിച്ച് വെക്കുക, ക്ലിയറാക്കി. എന്നിട്ട് ചായത്തിന് ടേപ്പ് എടുത്തിട്ട് ചായത്തിന് മേലോട്ട് കറക്റ്റായിട്ട് ടൈറ്റിൽ ചുറ്റി കൊടുക്കുക. ഓവർ ടൈറ്റ് വേണ്ട, എന്നാലും അത്യാവശ്യം ടൈറ്റ് വേണം. ഇളകി പോകാണ്ടിരിക്കാനുള്ള ടൈറ്റിൽ ചായത്തിന് മേലോട്ട് ചുറ്റി.
ഇതാർക്കും ചെയ്യട്ടോ. നമ്മൾ വീട്ടിൽ ഇവിടെ പിന്നെ ഇങ്ങനെ തൈകളോ സയണോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാവിലും എന്ത് സാധനത്തിലും ചെയ്യാം. മാവിൽ ചെയ്യാം. അതുപോലെ തന്നെ മറ്റുള്ള പിന്നെ സപ്പോട്ട വീട്ടിലുള്ള ഓരോരോ ഇതിൽ ചെയ്തിപ്പോൾ നമുക്ക് തൈയൊക്കെ ഉണ്ടെങ്കിൽ മാവിൻ തൈയൊക്കെ നമ്മൾ കവറിലാക്കി വെച്ചാൽ മാവിൻ്റെ അണ്ടിയൊക്കെ കവറിലാക്കി വെച്ച് പിന്നെ എവിടുന്നെങ്കിലും നല്ല മാവിൻ്റെ കമ്പുകൾ കിട്ടുമ്പോൾ ഗ്രാഫ്റ്റ് ചെയ്താൽ മതി. നല്ല മാവുള്ള നല്ല മാങ്ങ എൻ്റെ സാധനമൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. രണ്ടും തൈ ഇങ്ങനെ മാവ് നമ്മൾ മാങ്ങയൊക്കെ തിന്ന് ഒഴിവാക്കുന്ന അണ്ടി നമ്മൾ ഈ കവറിൽ ഗ്രോ ബാഗിൽ പിന്നെ പായി മുളപ്പിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ എനിക്ക് ഈ റൂട്ട് സ്റ്റോക്ക് അങ്ങനെ വെറുതെ അങ്ങനെ മുളച്ച് വന്നത്. അപ്പം ഞാൻ കവറിലാക്കി കൊടുത്തത്. അതിന്മേലാണ് ഇപ്പോൾ ഞാനത് പരീക്ഷിക്കുന്നത്. വിജയിക്കുന്ന അറിയില്ല, പരീക്ഷണമാണല്ലോ വിജയത്തിനൊക്കെ. അപ്പം ഇതുവരെ നമ്മൾ പിന്നെ അത്തച്ചക്കൻ്റെ ഒരു ഗ്രാഫ്റ്റിംഗ് ചെയ്തിട്ടില്ല. മറ്റേ മാവിൻ്റെയും പിന്നെ സപ്പോർട്ടിൻ്റെയും നാരങ്ങൻ്റെ ചെറുനാരങ്ങൻ്റെ ഒക്കെ ചെയ്ത് നോക്കി. അതൊക്കെ വിജയിച്ചാണ്. അതൊന്നും പ്രശ്നമില്ല. ഇതിപ്പോൾ എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ ചെയ്ത് വിജയിച്ചാൽ നമ്മൾ അതിൻ്റെ വീഡിയോ കൂടിയും ഇടുന്നതാണ്. നോക്കട്ടെ, പരീക്ഷ നോക്കട്ടെ. പരീക്ഷണം വിജയിക്കുന്നു പിന്നെ അതിൻ്റെ മുകളിലൊരു സ്റ്റെപ്പ് കവർ ഇട്ടാൽ കറക്റ്റായി മഴ കൊള്ളാത്തൊരു സ്ഥലത്ത് വെക്കുക. നേരത്തെ മഴ അടിക്കട്ടെ. അത് നല്ലൊരു കാലാവസ്ഥയാണ്. അടിഞ്ഞ മഴ പെയ്യുമ്പോൾ ചെയ്യാണ്ടിരിക്കണം നല്ലത്. അടിഞ്ഞ മഴ പെയ്യുമ്പോൾ അത് പെട്ടെന്ന് അഴുകി പോകാനുള്ള സാധ്യത ഉണ്ട്, ഫംഗസ്. ഇപ്പോൾ അടിഞ്ഞ മഴ ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ നല്ലൊരു സമയമാണ് ഗ്രാഫ്റ്റിങ്ങിനൊക്കെ. എന്നാൽ ഓക്കെ, വീണ്ടും കാണാം. സപ്പോർട്ട് ചെയ്യുക ആൾക്കാർ.